കുട്ടിക്കാലത്ത് അതായത് വിദ്യാർത്ഥി രാഷ്ട്രീയ കാലത്തൊക്കെ വളരെ സജീവമായി ഇതുപോലെ പെരുന്നാൾ കാലത്തൊക്കെ എല്ലാവർക്കും ഒപ്പം ചേരുന്ന ഒരു എം സ്വരാജ് പിന്നീട് തട്ടകം പലയിടങ്ങളിലേക്ക് മാറുന്നുണ്ട് എങ്കിൽ പോലും നാടിനോടുള്ള ഒരു അടുപ്പം, നാട്ടുകാരോടുള്ള ഒരു അടുപ്പം, അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ താങ്കൾക്ക് കൂടുതൽ സാധ്യത നൽകുന്നുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമുക്ക് ഓരോ ഉത്തരവാദിത്തങ്ങൾ നിശ്ചയിക്കപ്പെടുമ്പോൾ അതിനനുസരിച്ചാണല്ലോ പ്രവർത്തിക്കുക. ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് സർവകലാശാല യൂണിയൻ ചെയർമാനായിരുന്നു. അപ്പോൾ സർവകലാശാല കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് SFIയുടെയും DYFIയുടെയും ഒക്കെ സ്റ്റേറ്റ് സെക്രട്ടറിയും ഒക്കെയായി പ്രവർത്തിക്കേണ്ടി വന്നു. അപ്പോൾ പ്രവർത്തന കേന്ദ്രം തിരുവനന്തപുരമായിരുന്നു. അതിനുശേഷം മറ്റൊരു മണ്ഡലത്തിൽ നിയമസഭാംഗമായി പ്രവർത്തിച്ചപ്പോൾ അവിടെയാണ്. അപ്പോൾ ഓരോ സന്ദർഭത്തിലും ഏൽപ്പിക്കപ്പെടുന്ന ചുമതലകൾ ഭംഗിയായി നിർവഹിക്കാൻ ആവശ്യമായിട്ടൊരു സമീപനം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാലും അപ്പോഴെല്ലാം നാട് ഇവിടെ തന്നെയാണ്. ഈ നാടും നാട്ടുകാരുമെല്ലാം അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ കൺമുന്നിലുള്ളവരാണ്. പിന്നെ ഈ എൻ്റെ നാടെന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേകത, ഇവിടെ പോത്തുകല്ലാണ് എൻ്റെ ജന്മനാട്. അത് അവിഭക്ത ചുങ്കത്ര പഞ്ചായത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ പ്രത്യേക പഞ്ചായത്താണ്. ചുങ്കത്രയാണ് ഞാൻ പഠിച്ചത്, കോളേജ് വിദ്യാഭ്യാസം. കുറച്ചു കാലം ഞാൻ എടക്കരയിലാണ് ജീവിച്ചത്. ഇപ്പം നിലമ്പൂരിലാണ്. ചുരുക്കി പറഞ്ഞാൽ മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ചെറുതല്ലാത്ത കാലയളവ് ജീവിച്ച, പ്രത്യേക സാഹചര്യങ്ങളിൽ ജീവിക്കേണ്ടി വന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് പര്യടന പരിപാടിയൊക്കെ കടന്നു പോകുമ്പോൾ എല്ലാ സ്ഥലത്തും കൂടെ പഠിച്ചവരോ ഒരുമിച്ച് പ്രവർത്തിച്ചവരോ അയൽപക്കക്കാരോ ഒക്കെ ആയ ആളുകളുണ്ട് എന്നത് വളരെ അവരെല്ലാം വീണ്ടും കാണാനും സൗഹൃദം പുതുക്കാനും എല്ലാം കഴിയുന്നതും തെരഞ്ഞെടുപ്പിൻ്റെ ചൂടേറിയ പ്രവർത്തനത്തിനിടയിൽ വളരെ നൈർമല്യമേറിയ ഒരനുഭവമാണ്. താങ്കളെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് അറബിക്കഥയിലെ ആ ഗാനമാണ് ഓർമ്മ വന്നത്. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാൻ ഗ്രാമം കൊതിക്കാറുണ്ടെന്നും. അപ്പോൾ ആ ഗ്രാമം കൊതിച്ചതുപോലെ സ്വന്തം മകൻ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനി ആ മകനെ MLA ആയി തെരഞ്ഞെടുത്തു എന്നുള്ള വാർത്തയും കേൾക്കാനായി നമ്മളും കാത്തിരിക്കുകയാണ് 23-ാം തീയതി. എല്ലാ ആശംസകളും ശ്രീ എം സ്വരാജ്.